മറ്റേ വണ്ടി ഓടിച്ചു നോക്കണ്ടേ? KVL എല്ലാരും വണ്ടി കൊണ്ട് കാണിച്ചാലോ? അവരുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ അവരെ പിടിച്ച് തല്ലോ, അതെന്റെ പേടി. സിറ്റുവേഷനിലാണോ ഇനി? അയ്യോ ആണെന്ന് തോന്നുന്നു. മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അവനൊന്ന് കേറി ഷർട്ട് വീട്ട് ചുമ്മാ ഒന്ന് പോയത്. ആദ്യമേ ഇത് കണ്ടടിച്ചിട്ടാ പേടിയുണ്ടല്ലേ? പോയിട്ടോ പോയിട്ടോ അത് പോയിട്ടോ. ഒരു വീട്ടില് ചോദിക്കാതെ കയറി ചെല്ലുന്ന റെഡി അല്ലല്ലോ. ഇത് കണ്ട നിങ്ങള് ഇതിന്റെ രണ്ടിന്റെയും ഹൈറ്റ് വ്യത്യാസം കണ്ട? അകത്താരെ കാണത്തില്ല. വാ, ചിലപ്പോ താഴത്തെ മീറ്റിംഗ് റൂമിലായിരിക്കും. ഓ, ഞാനും ഡ്രസ് തരണോ? ഓ, നമുക്ക് ചുമ്മാ പോയി ഇത് നോക്കാം. മാസ്ക് വെച്ചിട്ട് ചിലപ്പോ കണ്ടുപിടിക്കും. ഞാൻ ഡ്രസ് ഊരിട്ട് തോമെ പോലെ സംസാരിക്കാം. ഹലോ 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 ആ ഹലോ 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 എന്തുണ്ട്? ഹലോ അപ്പാപ്പോ എന്താണ് പരിപാടി? മീറ്റിംഗ് ആണെന്ന് അതെ അതെ വീട്ടിൽ ചെറിയൊരു മീറ്റിംഗ് ഒക്കെ കൊള്ളാം. പിള്ളേരൊക്കെ അടിപൊളിയാ. ഞാനൊരു പുതിയൊരു പയ്യനെ സിറ്റി കണ്ടേ. അപ്പൊ പുള്ളിയാണെങ്കില് ഈ സിറ്റിയിൽ ഒറ്റയ്ക്ക് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മുടെ പിള്ളേരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പയ്യനെ കണ്ടു. കൂടെ കൂട്ടാറില്ല കേട്ടോ. ഇത് ഗ്യാങ്ങിലില്ലാത്തവരൊക്കെ ഇവിടെ ബ്രോ അടിഭാഗം ശൂന്യാണല്ലേ? ഈ പയ്യനെ കൂട്ടുന്നു നിങ്ങള്? അയ്യോ അപ്പാപ്പ വിളിച്ചത് വന്നതാണ്. നിങ്ങളെ പുതിയ വണ്ടി കാണിച്ചു തരാന്ന് പറഞ്ഞ്. ഞങ്ങളുടെ പുതിയ വണ്ടി വെളിയിലുണ്ട്, ഒന്ന് വരുമോ? ക്ഷമിക്കണേ, ഞാൻ കാലില്ലാന്ന് അറിയാണ്ട് പറഞ്ഞാണ്. ക്ഷമിക്കണേ. നമുക്ക് കുഴപ്പമില്ല. എന്നെ വിറ്റ് കളഞ്ഞോട്ടെ. തിരിച്ചൊക്കെ കയറടാ. ബാധ്യതയാണോ ഇതൊക്കെ? ഞങ്ങൾക്ക് ഒരു ബാധ്യതയാ. ഇത് ഗ്ലാസ് ആയിരുന്നു, പൊട്ടിയിരുന്ന് കേട്ടോ അവിടെ. പക്ഷെ ഇത് ഇതുപോലൊരു ഫോട്ടോ വെക്കണം. പക്ഷെ വെക്കുമ്പോ ഉണ്ടല്ലോ, ഇതില് ടിവിയുടെ ടാഗിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവരെ എല്ലാരും വെക്കണം. ഇതുപോലൊരു ഫോട്ടോ നമുക്ക് വെക്കണം. അവരുടെ വണ്ടി നിങ്ങൾ തുറന്ന് ഇറങ്ങ വാസം ഇങ്ങോട്ട്. ഇത് സ്റ്റക്കായി പോയപ്പോ പുതിയത് ഈ ഒരു വണ്ടി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ആ, മറ്റേതിന് ചെറിയൊരു ബഗ് ഉണ്ട്. ഡോറ് തുറന്ന് കയറുന്നതിന് ഒരു ബഗ് ഉണ്ട്. അപ്പൊ 6x6 അതാ 6x6ന്റെ കാര്യം പറഞ്ഞേ. 4x4 നമുക്ക് 2 ഉണ്ട്. ഷിൻ ഗോഡ്സിലെയും ഗോഡ്സിലെയും അതിൽ ഏതെങ്കിലും ഒരെണ്ണെ മാറ്റി കയറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ 2 വണ്ടി അത് ഓരോ അവസാനം വരുന്നത്. അവസാനം വണ്ടി ഇതാണ് ഏറ്റവും അവസാനം അതിനൊരു ഡോറ് ബഗ് ഉണ്ടോ? അത് ഡോറ് ഫിക്സ് ചെയ്യണതേ ഉള്ളൂ. അതിന്റെ ഡോറിന്റെ അവിടെ കേറുന്നിടത്ത് എന്തോ ഒരു ബഗ് ഉണ്ട്. ഒരു സെക്കൻഡ് ഡിലേ പോലെ കേറണം. അതപ്പോ അതൊന്നുകൂടെ ഫിക്സ് ചെയ്തോണ്ടിരിക്കും. ടയറിന് വലുപ്പം കൂടുതലായ പെട്ടെന്ന് അടിച്ചു പൊട്ടിക്കാം. ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അതിനനുസരിച്ച്. ഈ ടയർ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും ദൂരെ നിന്ന് വരുമ്പോഴേ. അപ്പൊ ഈസിക്ക് ടയറിന് അടിക്കാം. ഇത് കോൺസെപ്റ്റ് കാറാണ്. ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. കോൺസെപ്റ്റ് കാറാണ്. നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ഈ വണ്ടിയാണെങ്കിലും നമ്മുടെ പഴയ വണ്ടിയാണെങ്കിലും എല്ലാം ഒരു നമ്മൾ റിയൽ ലൈഫ് കണ്ടിട്ടുള്ള ഒരു സാധനമല്ലേ ഇത്. മറ്റേ ഈ എന്താ പറയാ, ഇലക്ട്രിക് ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ള ഒരു രീതിയിലത്തെ അതേലത്തെ ഡിസൈൻ. ഇതിന് ഒരു ഫ്രണ്ടിൽ ഒരു B6ന്റെ ഒരു ലുക്ക് ഒക്കെ ഇല്ലേ? ഇത് കൊള്ളാം. പക്ഷെ ബാക്ക് സൈഡ് അടിപൊളി കണ്ടിട്ട്. ബാക്ക് സൈഡ് നൈസ്. ബാക്ക് സൈഡ് അയ്യോ വിഷയം അത്. ബാക്ക് സൈഡ്
ബാക്കാണ് അടിപൊളി ബാക്ക് വിഷയം. എനിക്ക് ഇതിൽ എന്താ ഇഷ്ടപ്പെട്ട അറിയാ ഈ വണ്ടി എങ്ങനെയാണെങ്കിലും കവർ അടികൊള്ളും. അത് ശരിയാ നല്ല height ഉണ്ട്. അതായത് തന്നെ പക്ഷെ അങ്ങോട്ടും കാണത്തില്ലടാ വേറെ കാണാം പക്ഷെ എന്നാലും നമ്മുടെ അങ്ങോട്ടും ആ ഒരു ഇതില്ല. പക്ഷെ മറ്റേ ആ അതെ അഡ്വാൻറ്റേജ് ഉണ്ട് ഹൈറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ ഈ ടയർ ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക് അതാ പ്രശ്നം. ടയർ ഒരു ചക്ക വണ്ടി എന്റെ പൊടി വിഷയം. മീറ്റിംഗ് നടക്കട്ടല്ലേ? നിങ്ങളുടെ മീറ്റിംഗ് നടക്കട്ടെ നടക്കട്ടെ. ഞങ്ങളെന്താ സന്തോഷം. അപ്പൊ ഡ്രസ് മാറ്റിട്ട് എന്നാലും എല്ലാരും ടയർ അത് കോമൺ സെൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും നോക്കാം. മനസ്സിലായോ? പോയി നമുക്ക് പ്രശ്നം. അപ്പൊ എന്നാ അവരെ മീറ്റിംഗ് നടക്കട്ടെ നമുക്ക് പോയിട്ട് നടക്കട്ടെ നടക്കട്ടെ എന്ന് പോയിട്ട് വരട്ടെ പിള്ളേരെ. ഇവിടെ മാർക്ക് ചെയ്തേ അതാരാ ഗ്യാങ്ങിലില്ലാത്തതാരാ? മാലിക്കാണോ അത്? ഓ സുയി മാലിക്. ഏത് നമ്മുടെ മറ്റേ പഴയ മാലിക്കോ അഡ്മിൻ മാലിക്കോ? അല്ലല്ല മറ്റേ അട്ടപ്പാടി മാലിക്. അവരുടെ കണക്ട് ഇട്ടിട്ട് എനിക്ക് ഞാൻ സിറ്റി ഫുള്ളാണോ?